ഞാൻ സിന്ധു സതീശൻ. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് മയക്കുമരുന്നുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് നാൾ മുന്നേ കേട്ട ഒരു വാർത്തയാണ്. ഒരു കുടുംബത്തിൽ 5 ആൾക്കാരെ ചുറ്റിക്കൊണ്ട് തലക്കടിച്ചു കൊല്ലുകയും സ്വന്തം മാതാവിന് ഉമ്മാനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളം ഞെട്ടീനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഞെട്ടീനി, എങ്ങനെയൊക്കെ ഞെട്ടീന്ന് ദൈവം തമ്പുരാനെ അറിയും. കാരണം ഇതൊക്കെ ഡെയിലി വരുന്ന വാർത്തകളാണ്. ഒരു ദിവസം പോലും ഈ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മദ്യത്തിനോ അടിമയായിട്ടുള്ള ആൾക്കാർ വെട്ടുകയോ കുത്തുകയോ കൊല്ലുകയോ ചെയ്യാത്ത ദിവസങ്ങളില്ല. ഒരു ദിവസത്തെ വാർത്ത പോലും മിസ്സാവുന്നില്ല ഈ ഒരു ന്യൂസ്. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ വന്ന ഒരു വാർത്തയാണ് മാതാവിനെ ഉമ്മാനെ കഴുത്തറുത്ത് കൊന്നിട്ട് മകൻ തൊങ്ങി വെച്ചു എന്നുള്ളത്. അതിന് 2 ദിവസം മുന്നേ വന്ന വാർത്തയാണ് ഭർത്താവ്, അതായത് ഉപ്പ, മയക്കുമരുന്നിനും മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമയായ ഉപ്പ രാത്രിയിൽ ഈ ഭാര്യനും കുട്ടികളെയും വീട്ടിൽ നിൽക്കാൻ വിടാതെ ഉപദ്രവിച്ചിട്ട് ഉപദ്രവം സഹിക്കാനാവാതെ ഈ ഉമ്മയും മക്കളൊക്കെ തെരുവിലേക്ക് ഓടി ഇറങ്ങുകയും അവിടുന്ന് നാട്ടുകാർ രക്ഷിക്കുകയും ചെയ്ത ഒരു ന്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു ന്യൂസ് പറഞ്ഞാൽ ഒരു ഉമ്മ ഏതൊരു ചാനലിന് വേണ്ടി കൊടുത്തതാണ്. മകൻ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാണ്, എപ്പോഴാന്ന് കൊല്ലുന്ന അറിയില്ല, മകനെ കാണുന്നതേ പേടിയാന്ന് പറഞ്ഞു. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ യുവതലമുറ മാറിക്കഴിഞ്ഞു. ഇതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം 100% ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 60% ആൾക്കാർ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും MDMA പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമകളാണ്. ഈ ബാക്കി വരുന്ന 40% ഒരു 20, ഒരു 17, ഒരു 15% ആൾക്കാർ വയോധികരാണ്. പിന്നെ ഈ ബാക്കിയുള്ള ആൾക്കാരാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ ലഹരിക്കുമെതിരെ പ്രതികരിക്കേണ്ടതും പൊരുതേണ്ടതും. അങ്ങനെ ഈ ലഹരി മാഫിയക്കെതിരെ അല്ലെങ്കിൽ ലഹരി വിൽക്കപ്പെടുന്നവർക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാലേ കോൺസിക്വൻസ്, പ്രത്യാഘാതം എന്താണെന്ന് കുറേ ആൾക്കാർ പിന്നെ എന്താ പറയുക, സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഇവർക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി മാഫിയ വന്നിട്ട്, ഗുണ്ടകൾ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുക. അതുകൊണ്ട് പേടിയാണ് ആൾക്കാർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. ആരും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ കേരള സമൂഹം, നമ്മുടെ യുവതലമുറ എന്തായിത്തീരും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് വന്ന ഒരു ന്യൂസ് തന്നെ കണ്ടില്ലേ, ബേഡൻ എന്ന് പറഞ്ഞൊരു റാപ്പ് ഗായകൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് മറ്റു കേസുണ്ടായിരുന്നു. ഇപ്പം ആ കഞ്ചാവ് ഉപയോഗിച്ചതിനെതിരെയുള്ള കേസെടുത്ത പോലീസുകാർക്കാണ് കുറ്റം. സത്യത്തിൽ ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ സർക്കാർ സ്പോൺസേർഡ് പോലെ തോന്നുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഇത് കഞ്ചാവ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത മദ്യം ഉപയോഗിക്കാത്ത ആൾക്കാരെങ്കിലും ഒരു ബോധവൽക്കരണം നമ്മൾ സമൂഹത്തിൽ നടത്തണം. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇപ്പം ഇത്രയൊക്കെ ഈ ന്യൂസ് വരുമ്പോൾ നമുക്കറിയുന്ന കാര്യം, നേരിട്ട് അറിയുന്ന കാര്യം പറയണമെന്ന് തോന്നി. ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഒരു നരേഷനാണ്, വെറുതെ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് യോജിക്കുന്ന രീതിയിൽ മറ്റൊരു കഥയുണ്ടാക്കി പറയുന്നുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങളൊക്കെ ഇത് കേൾക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതല്ല, ഞാൻ സത്യസന്ധമായ ഒരു കാര്യമാണ് പറയുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിലെ ഒരു പയ്യൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഒരു സുഹൃത്തുണ്ട്, ശൈലേഷ് ഗോപിനാഥ്. ഒരു ദിവസം പെട്ടെന്നുണ്ട് ശൈലേഷ് വിളിക്കുന്നത്, സിന്ധു നീ എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷോപ്പിലുള്ളത്. സതീഷ് ചേട്ടൻ എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും സീരിയസ് മാറ്റർ ഉണ്ടെങ്കിലാണ് പുള്ളിക്കാരൻ വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു നീ സതീഷ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ഫോൺ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ഏട്ടനോട് അവൻ ചോദിച്ചത് നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്, നിങ്ങളെ ഒരു ഹെൽപ്പ് വേണം, ഇവിടെ കുറച്ച് പോലീസുകാർ വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിലും അവർ പോകും. പോലീസുകാർ ഒരു ലക്ഷ്യം വെച്ച് ഇറങ്ങിയാണെങ്കിൽ അവരവിടെ എത്തും. നമ്മൾ കേരള പോലീസ് പ്രത്യേകിച്ചല്ലേ, ആ ഒരു കാര്യത്തിൽ അവർ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഈ പോലീസ് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പ്രതിയെ പിടിക്കണം, അതിന് ഏട്ടൻ്റെ സഹായം വേണം, ഒന്നും വേണ്ട, ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ആളെ പിടിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ ചോദിച്ചു എന്താ കാര്യം, അറിയണമല്ലോ അല്ലേ, കേസ് പ്രതി എന്നൊക്കെ പറയുമ്പോൾ കൃപ പേടിയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് അറിയണ്ടേ. ഏട്ടനപ്പോൾ ചോദിച്ചു എന്താ കാര്യം,
എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് സംഭവം. പേരാമ്പ്രയിലത്തെ ഒരു പയ്യൻ അവൻ നിരന്തരമായിട്ട് മയക്കുമരുന്നും ഉപയോഗവും അതുപോലെ തന്നെ വിൽപ്പനയും ഉണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഈ പയ്യനോട്, എടാ നീ ഇത് ഉപയോഗിക്കല്ല, അത് നശിച്ചു പോകും അല്ലേ. അങ്ങനെയല്ലേ, ഒരു സംഘം കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൂട്ടുകാരെല്ലാവരും മോശമാവണമെന്നില്ല, അതിൽ നല്ല ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരു പയ്യനായിരിക്കും ഈ പയ്യൻ. അപ്പോൾ അവൻ പറഞ്ഞു നീ ഇത് ഉപയോഗിക്കല്ല, കാരണം ഈ നശിച്ചു പോകും അങ്ങനെയൊക്കെ പറഞ്ഞത്രേ. അപ്പോൾ ഈ പയ്യൻ ഇതൊന്നും മൈൻഡാക്കാതെ ഇവൻ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ, ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് കിട്ടാതെ വയ്യ എന്നുള്ള രീതിയിലേക്ക് എത്തും. അങ്ങനെയായിരുന്നല്ലോ അല്ലേ ഈ ഇതിൻ്റെ വിൽപ്പന കൂടുന്നത്. അപ്പോൾ പിന്നെ ഈ പയ്യൻ ഈ കൂട്ടുകാരൻ്റെ വാക്ക് കേൾക്കാതെ വീണ്ടും വീണ്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഇതിനെ തുടർന്ന് ഈ നല്ല പയ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെക്കനറിയാതെ അവൻ്റെ ഉമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങളെ മോനിങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടുതലാണ്, നിങ്ങളൊന്ന് ഉപദേശിക്കണം, നിങ്ങൾ പറയണം, നിങ്ങളിതിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യൻ ഇവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഒരു ശരാശരി സാധാരണ കുടുംബത്തിലെ മാതാപിതാക്കൾ ഒരിക്കലും മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മക്കൾ ഉപയോഗിക്കുന്ന പറയുമ്പോൾ അവർ നന്നായിട്ട് എതിർക്കും. കാരണം മക്കളെ അല്ലേ, മക്കളെ സഹോദരങ്ങളെ ഒക്കെ സ്നേഹിക്കാത്ത കുടുംബങ്ങളുണ്ടാകുമോ? എല്ലാവരും സ്നേഹിക്കുന്നവരാണ്, അവർ നല്ല രീതിയിൽ ജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ. അപ്പോൾ ഈ വീട്ടുകാർ ഇവനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടാകും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, ഇനി മേലിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ പയ്യന് ഭയങ്കരമായിട്ട് ഈ കൂട്ടുകാരനോട് ദേഷ്യം വന്നു. ഇവനെന്ത് ചെയ്തു, ഈ കൂട്ടുകാരനെ വിളിച്ചു, എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ വിളിച്ച് കൊണ്ടുപോയി ആളില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഈ സർജിക്കൽ ബ്ലേഡ് ഇല്ലേ അതെടുത്തിട്ട് അവൻ്റെ ശരീരം ഫുൾ കീറി കൊടുത്തു. നന്നായിട്ട് ഈ നമ്മൾ പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വരച്ചു കൊടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് വരച്ചു കൊടുത്ത് അവൻ്റെ നാവ് മുറിച്ചു. അതിനുശേഷം അവൻ ഈ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവൻ നേരെ ബാംഗ്ലൂരിലൊക്കെ വന്നിട്ട് ഇവിടെ ഇവന് ഈ ഷവർമ ഉണ്ടാക്കുന്ന കടയിൽ കയറി നന്നായിട്ട് ഷവർമ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോലീസുകാർ കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് പോലീസുകാർ ബാംഗ്ലൂരിലേക്ക് വന്ന് ഇവിടുന്ന് കറക്റ്റ് ലൊക്കേഷൻ ഈ സ്ഥലം എവിടെയാണ്, കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഏട്ടനോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി ഞാൻ വരാം. ഒരു പോലീസുകാരൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മളെ ഭാഗത്തു നിന്നല്ലേ, ക്രിമിനലാണല്ലോ, സമൂഹം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ നിയമത്തിന് അനുകൂലമായിട്ട് നീതിക്ക് അനുകൂലമായിട്ട് പെരുമാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ പിന്നെ ഏട്ടനടുത്തേക്ക് ഞങ്ങളെ കടയിലേക്ക് വന്നു പോലീസുകാരൊക്കെ. സാറിൻ്റെ പേര് ബിജു എന്നങ്ങോട്ടാണെന്ന് തോന്നുന്നു, DYSP. ഓക്കെ, അപ്പോൾ അവർ ഞങ്ങളെ ഷോപ്പിലേക്ക് വന്ന് ഞങ്ങൾ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത് ഏട്ടനെ കൂട്ടിയിട്ട് പോകുമ്പോൾ എനിക്കെന്തോ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആൻസൈറ്റി ഉൾക്കണ്ട എന്താകും. അപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പെങ്ങളെ, പിന്നെ ഇവരെ ഞങ്ങളൊന്നും ഇവരെ ഞങ്ങൾ എന്തായാലും പുറത്ത് കാണിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ഇവരെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇൻവോൾവ് ആക്കില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഏട്ടനോട് മാസ്ക് ധരിക്കാൻ പറഞ്ഞു, പിന്നെ മറ്റിലാരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് മാസ്കൊക്കെ ധരിച്ചിട്ട് ഏട്ടനെ സേഫായിട്ടൊന്ന് കൊണ്ടുപോയത്. അടുത്തിട്ട് ഇവൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയി പണിയെടുക്കുന്ന സ്ഥലത്ത് പോയി അവനെ പിടിച്ചു കൊണ്ടുവന്ന് ഏട്ടനോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് മാറി നിൽക്ക്, ഒരു 5 നിമിഷം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞാൽ ഏട്ടൻ 5 നിമിഷം മാറി നിന്ന് ശരിക്കും നല്ല പവർഫുള്ള് വന്ന ആ പയ്യൻ തിരിച്ചു വരുമ്പോഴേക്കും എന്നെ ഒടിഞ്ഞു കുത്തിയത് പോലെ ഉണ്ടായിരുന്നു. കാരണം കിട്ടിയ ഉടനെ തന്നെ ഇവർ നല്ലോണം ചാമ്പിയിട്ടുണ്ടാവാനുണ്ട് ചാൻസ്. കിട്ടണം അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ നന്നായിട്ട് കിട്ടണം. കാരണം നമ്മളും ഈ സമൂഹത്തിലെ ജീവിക്കുന്നതെന്നേ, നമുക്കും ജീവിക്കണ്ടേ. ഇവരൊക്കെ ഭയന്ന് മരണഭയത്തോടെ നമ്മൾ ജീവിക്കണ്ടേ ഇവരൊക്കെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചോണ്ട് പോകണം. അപ്പോൾ പിന്നെ അങ്ങനെ ഈ ചെക്കനെ ഇവിടെ വന്നിട്ട് പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ഞാൻ പറഞ്ഞത് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊക്കെ ആയിരിക്കും. എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്, നമ്മളെ എങ്ങനെയാണ് ആക്രമിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ കുറച്ച് നാളത്തെ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ എന്തൊക്കെ രീതിയിലാണ് ആക്രമിക്കുന്നത്. മിനിയാന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മദ്യഷാപ്പിൻ്റെ മുമ്പ് നിന്ന് 2 ആൾക്കാർ തമ്മിൽ അടി കൂടുന്നു. അതിൽ ഒരാൾ പിടിച്ചു മാറ്റാണ്ട് പോയാളം കണ്ടാണെന്ന് തോന്നുന്നു. മറ്റേ ഈ സോഡ കുപ്പി പൊട്ടിച്ചിട്ട് അയാളെ കുത്തി കൊന്നു. ആ ചോരയൊക്കെ കൊന്നു കാണുമ്പോൾ തല കറങ്ങുന്നു. എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ എന്താ മനസ്സിലാക്കാത്തത്? ഇപ്പം ഒരു നിമിഷത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി, അവരുടെ ഭാര്യ, അവരുടെ മക്കൾ
ഈ ഇങ്ങനെ കുടിച്ചിട്ട് കൊല ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊലക്കാരൻ മാത്രമല്ല ആ കുടുംബങ്ങളും സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരാവുകയാണ്. പോകുന്നത് നോക്കിയത് മറ്റേ കുത്തിക്കൊന്നവൻ്റെ ഓളാന്ന് അല്ലെ മക്കളെന്നൊക്കെ പറയല്ലേ ചെയ്യുക. ആ ഒരു അഡ്രസ്സാണ് അവർക്ക് കിട്ടുക. ഇവരൊക്കെ ഇതെന്നാ മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ നിന്ന് അതിന് DYFI ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ആരാലും ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം നമ്മൾ വളർന്നു വരുന്ന തലമുറകളാണ് നശിക്കുന്നത്. ബോധമില്ലാത്തൊരു തലമുറയാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. അത് പാടില്ല. നമ്മുടെ നാടിൻ്റെ ശക്തി എന്ന് പറയുന്നത് സമ്പത്തിനൊപ്പം തന്നെ നമ്മുടെ യുവാക്കളും കൂടിയാണ്, നമ്മുടെ തലമുറകളാണ്. സമ്പത്ത് നശിച്ചു പോയാൽ ഒരു മനുഷ്യന് എന്താകും? അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹവും നശിച്ചു പോകും, നമ്മുടെ നാടും നശിച്ചു പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സർക്കാരായാലും പോലീസായാലും നമ്മുടെ ജനങ്ങളായാലും സമൂഹമായാലും എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ആപത്ത് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടോ? എല്ലാവരും ഒത്തൊരുമയോടെ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ നാം പ്രതികരിക്കുക തന്നെ ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റൊരു എല്ലാവർക്കും ജയ് ഹിന്ദ്.